ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരാട്ടുമേട് പോയി കുത്തി മറിഞ്ഞ എൻ്റെ വീഡിയോസായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുവിധം നമ്മൾ മേളിലേക്ക് എത്തിയെങ്കിലും സങ്കടകരമാണ്. കാരണം 4 വണ്ടിയായിട്ട് വന്നു, 3 വണ്ടി പകുതി വരെ ദൂരം വന്നു, പിന്നെ 2 വണ്ടിയാണ് മേളിലേക്ക് എത്തിയിട്ടുള്ളൂ. വന്ന വണ്ടികളൊന്നും മേളിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ സങ്കടം കേട്ടോ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മലമണ്ട ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ പോയി കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ മലമണ്ടയിലേക്ക് ഇത്ര ടാസ്കും കഷ്ടപ്പാടും പെട്ട് മേളിലേക്ക് കയറി വന്നത് എന്തിനാണെന്നുള്ളതും അതിൻ്റെ ആ വ്യൂവും അതിൻ്റെ ഭംഗിയെല്ലാം ഉള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്തായാലും. പുലിക്കാതെ പോണ്ടേ മഴ നല്ലോണം കയറി വണ്ടിയിലിരിക്കട്ടെ, കോട്ടൊക്കെ ഇട്ടുണ്ട്. നമ്മൾ മേളിലേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നല്ല ടാസ്ക്കായിട്ട് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. എന്തായാലും സന്തോഷമാണ്, തിരിച്ച് കയറില്ല എന്നുള്ളൊരു ഉറപ്പാണ്. പിന്നെ എന്തായാലും ഭയങ്കര വൈബായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നെങ്കിലും ഒരു പ്രത്യേക രസമാണ് ഇതിൻ്റെ മേളിലേക്ക് എത്തിക്കഴിയുമ്പം. അവിടെ നിന്ന് നോക്കി കാണുമ്പോഴത്തേനും കാണുന്ന വെള്ളച്ചാട്ടമാണ് ഈ പാലൊഴുകും പാറ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത യാത്രയായിരുന്നു കേട്ടോ. മേളിലുള്ള വ്യൂ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, അടിപൊളിയാണ് മേളത്തെ വ്യൂ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യൂ പോയിൻറ്റും കൂടെ ആയിട്ട് ഇത് വരാട്ടുമേട്. നമ്മളിതിനു മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെയാണെന്ന് പറയാം. കാരണം എപ്പോൾ വന്നാലും ഈ ഒരു ക്ലൈമറ്റാണ്, മഞ്ഞും തണുപ്പും മഴയും. അതാണ് പാലൊഴുകും പാറ. അതിൻ്റെ തൊട്ടടുത്ത് എന്തോ റിസോർട്ട് പണിയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ വഴി വെട്ടി കയറിയേക്കാണ്ട് കേട്ടോ. നമ്മുടെ ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ കയറി വന്നത് കാണാൻ തന്നെ വേറൊരു വൈബാട്ടോ. ഞങ്ങളങ്ങനെ വന്ന് അങ്ങനെ വരാട്ടുമേടിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടോ. ഇതിൻ്റെ മേളിലുള്ള ഒരു ഫീലും ആംബിയൻസും അത് അടിപൊളിയാട്ടോ, ഭയങ്കര രസമാണ്. ഇതവിടെ കണ്ടോ, മൊത്തം പൈന്മരത്തോട്ടങ്ങൾ, പൈന്മരക്കാടെന്ന് വേണേൽ പറയാം. അതാണ് ആ കാണുന്നത്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത് വരാട്ടുമേട് എന്ന് പറഞ്ഞാൽ. കാരണം ഭയങ്കര വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കയറി കഴിഞ്ഞാൽ എന്നാ പറഞ്ഞാൽ, ഇവിടെ ഈ സ്വിറ്റ്സർലാൻഡ് വൈബ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ സെയിം സാധനമാട്ടോ ഇവിടെ കിട്ടുന്നത്. ഇതിനെപ്പറ്റി വർണ്ണിക്കാനല്ല, ഇവിടെ വന്ന് കുറേ നേരം ചുമ്മാ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ ഇറങ്ങി വന്നത് നല്ല ടാസ്ക്കാണ്. തിരിച്ചെന്തായാലും വണ്ടി കയറൂല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ചിറക്കിയതാണ് ഇങ്ങോട്ടേക്ക്. തിരിച്ചെന്തായാലും ഒന്നെങ്കിൽ വിഞ്ച് വെച്ച് വലിച്ച് കയറണം, അതിനും ചാൻസ് കുറവാണ്. മിക്കവാറും വല്ല വണ്ടി വിളിച്ച് കയറേണ്ട വരും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ഇവിടെ നിന്ന് സമയം കളയാനും പറ്റത്തില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മളിത് വരാട്ടുമേട് വന്ന് മേളിൽ കയറി ഇനി തിരിച്ചിറങ്ങി പോകാനുള്ള പരിപാടി കേട്ടോ.
ഞാൻ റെക്കോർഡ് ചെയ്തു. യാസീന് യാസീന് സങ്കടപ്പെടണ്ട. യാസീനെ എന്നാടാ യാസീനെ പ്ലേറ്റ് അല്ലേ വീഡിയോ ഇട്ട് സൂപ്പിക്കണേലോ അത്. ബാറ്റ്മാൻ നോ. ഓ ഇതില് ഫുള്ള് വെള്ള ഇതാട്ടോ പാടാ. തുടയ്ക്കാൻ തുണിയുണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. നിയാസിക്ക് നല്ല പേടിയുണ്ട്. ആ എന്നാലും കേറില്ല അത് ഉറപ്പാ. ഓ അപ്പൊ അവളെന്ത് ചെയ്യും? യാസിൻ തള്ളാൻ റെഡി ആയിട്ട് നിൽക്കണു. ഞാൻ തള്ളിക്കൊണ്ടിരിക്കുള്ളൂ പറയുന്നു. നന്നായിട്ടിരുന്ന് തള്ളുണ്ട്. ഈ തള്ള അവിടെ നിന്ന് വണ്ടി തള്ളിച്ചാൽ മതിയായിരുന്നു. ഞാൻ തള്ളും. എനിക്ക് വീട്ടിൽ പോണം. ഞാൻ കഷ്ടപ്പെടും. അങ്ങനെ അതും സാധിച്ചു ഗായ്സ്. ഷാക്കളിക്കുന്നുണ്ടോ? ഞാന് വണ്ടി പ്ലേറ്റ് ഒടിഞ്ഞപ്പോഴത്തേക്ക് നിയാസിക്ക് നമ്മളിട്ട് രണ്ടുപേരും കൂടി ഇട്ട് നല്ല വാരിക്കൊണ്ടിരുന്നു. നമ്മുടെ വിഷമം എടുത്തോണ്ട് ആ മുഖത്തിന്റെ വലിപ്പമുണ്ടോ? ആദ്യം പോയത് എല്ലാം പോയി ഗായ്സ്. ഇപ്പൊ അപ്പൂവിന ഇങ്ങനെ കുത്തി കിടക്കും ഇങ്ങോട്ട്. ഇപ്പോഴെനിക്കൊരു സന്തോഷമായത്. രണ്ട് വണ്ടി ഒരുമിച്ച് കൊണ്ടുപോയി പ്ലേറ്റ് അടിക്കുന്നതാണ്. അണ്ണേ ജീപ്പിന്റെ അമല് തെറിയാണ് ഫസ്റ്റ് ആയിട്ടുണ്ട്. നിയാസിക്കാനെ തെറി വിളിച്ചാണ് അവിടെ നിന്ന് എന്താ കയറിയപ്പോ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നീ രൂപ നീ വീഡിയോ ആണ്. അല്ല സത്യമായിട്ടും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അത് കേറില്ല. അമ്മ സീനാണ് അവിടെ. ഇതെന്നാ തിട്ടാന്നുണ്ടോ? നീ അസിക്കടം പ്ലേറ്റ് ഒടിഞ്ഞു കേട്ടോ. നീ അത് നോക്കി വേണം ഇറക്കാൻ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ടുപേരും നല്ല കുത്തിപ്പറക്കലായിരുന്നു എല്ലാം എടുത്തിട്ട്. അതിൻ്റെ നേരെ തന്നെ ഇറക്കിക്കോളാൻ പറടാ. ലെഫ്റ്റിലോട്ട് പിടിക്കണോ അവളെ? ഇച്ചിരി ബാക്കെടുത്തേക്കാ. ലേശം ബാക്കെടുത്തേ. ആ വീലിടിച്ചല്ലേ പുറകോട്ട് പോവും. ഇച്ചിരി ബാക്കെടുത്തേ. ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഒരു ലെഫ്റ്റ് ഒന്ന് പിടിച്ചായി, റൈറ്റ് ഒന്ന് പൊതുക്കെ പിടിച്ചായി. അതെന്നാ വീല് പുറകോട്ട് ഇടിക്കാതിരിക്കാനത്. ഇറങ്ങി എത്തണ്ടേ? പ്ലേറ്റ് ഇല്ലല്ലോ. ഹൗസിങ് കുത്തിയതാ, പേടിക്കണ്ട. നമ്പർ പ്ലേറ്റ് കാരണം എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു അത്. ലെഫ്റ്റ് ഇച്ചിരി ഓടിച്ചേക്കാ. വീല് ലെഫ്റ്റ് ഇച്ചിരി ഓടിച്ചേക്കാ. ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ എടുത്തേ? അതെയോ? ലെഫ്റ്റ് പിടിച്ചേ. ഇക്കട ലെഫ്റ്റ് പിടിക്കോ. അങ്ങനെ വാ. എടുത്തോ. അങ്ങനെ തന്നെ വാ. നേരെ ഇറങ്ങ്. പോരട്ടെ. കുഴപ്പമില്ല, പോരട്ടെ. പതുക്കെ ചടിക്ക്. പോരട്ടെ. വൈകിട്ടാ കൈ ലെഫ്റ്റ് സൈഡ് ചേർത്തിറക്കിക്കോ. ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് ചേർന്നോട്ടെ. പോട്ടെ. ലെഫ്റ്റ് സൈഡ് റൈറ്റ് അല്ല, ലെഫ്റ്റ്. അങ്ങനെ പോട്ടെ. ഓടിച്ചോ. പതുക്കെ ഇറക്കിക്കോ. പതുക്കെ അവിടെ കല്ലുണ്ട്.
അമലിനൊക്കെ ലോക്കർ ഉണ്ടെന്നേ. ലോക്കർ ഇല്ലാണ്ട് നമ്മള് കയറ്റിയില്ലേ സൗണ്ട് എല്ലാം പോയി. അവന്മാര് കുറെ പേര് അവിടെ നിൽപ്പുണ്ട്. അതിന് റൂട്ട് മാപ്പ് കാണിച്ചു കൊടുക്ക്. അതിന് ഒരു മാപ്പും വേണ്ട, എവിടെയും തട്ടില്ല. വാ, ഒരു കുഴപ്പമില്ല, പോട്ടെ. ഇനി ചെലപ്പോ പയ്യെ ഇല്ല പോട്ടെ. പോന്നോളും. ഇവിടെ താഴെ നോക്കണ്ട, പോട്ടെ. ലെഫ്റ്റിലോട്ട് പിടിച്ചോളാം പറ. ലെഫ്റ്റ് പിടിക്കാൻ പറ, ലെഫ്റ്റ്. അങ്ങനെ വാ. ആ പാറയെ കയറി പൊങ്ങിയെന്നുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞ്. പോട്ടെ. പതുക്കെ. വാ. അത് ഇറങ്ങണ അറിയണ പോലും ഇല്ല. അത് ഒന്നുമില്ല, കല്ല് പൊട്ടിയതാ, വണ്ടിക്കൊന്നും പറ്റിയതല്ല. രണ്ട് ലോക്കറിലേക്ക് പോട്ടെ. ലെഫ്റ്റ് അടിച്ചോ. തെന്നി ഇറങ്ങിപ്പോ കോളൂലോ, പേടിക്കണ്ട. തെന്നി വീണ് എന്റെ കൈ കഴുക്കാട്ടോ. അത് ചെളിയുണ്ട് ചെറുതായിട്ട്. കുണ്ടിക്കുള്ള ഗുണ്ടിരിക്കണ്ടോന്ന് നോക്കി. വികലാംഗനായോണ്ട് ഒരു സൈഡ് പിടിച്ചാട്ടോ തന്നെ. വികലാംഗം പോണേ കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയുടെ പ്ലേറ്റ് ഫുള്ളായിട്ട് ഒടിഞ്ഞു. അപ്പോൾ ഫ്രണ്ടിലേക്ക് കുറേശ്ശെ തെന്നി മാറി വന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ വലിയൊരു സീനാണ്. ഇപ്പം മേളിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ആ ട്രാക്ക് എങ്ങനെയാണ്, എന്താണ് അവസ്ഥ എന്നുള്ളത് ഭയങ്കര മോശമാണ്. ഒന്നാമത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്തു. എന്തായാലും കയറൂല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഇറങ്ങിയ ആൾക്കാരാട്ടോ. അപ്പോൾ എന്തായാലും ഇനി വിഞ്ചിട്ട് വെച്ച് തന്നെ കയറാൻ പറ്റുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു പണി കിട്ടിയായിരുന്നു. അവിടെ യാസീനിബിയുടെ വണ്ടിക്ക് പറ്റിയതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ ഷാക്കിളിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മുടെ മെയിൻ പ്ലേറ്റ് ഒടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ പ്ലേറ്റ് സെറ്റ് ഊരിയും പോയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറലാണ് നമ്മുടെ ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു ടാസ്ക്. പ്ലേറ്റ് സെറ്റ് പൊട്ടിപ്പോയത് കൊണ്ട് ഒരുപാട് കാല് കൊടുത്തിട്ട് വണ്ടി അലമ്പാക്കാനും പറ്റില്ല. അതുപോലെ തന്നെ റോഡിൽ മണ്ണിട്ടത് ചിലപ്പോൾ വഴി ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് റോട്ടിൽ കൂടെ വണ്ടിയിട്ട് കറക്കി അവിടുത്തെ മണ്ണും കളഞ്ഞ് റോഡും കുളമാക്കാൻ നമുക്കും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ തന്നെ കയറാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആ കയറുന്നത് അത്യാവശ്യം ടാസ്ക് പിടിച്ച രീതിയിലായിരുന്നു. എന്തായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ. അപ്പോൾ അതുവരെയും ബൈ.